ചേച്ചിക്ക് അനൂപിനെ ഓർമ്മയില്ലേ? എനിക്ക് അനുവിനെ ഓർമ്മയുണ്ടല്ല, അവൻ എന്ത് നല്ല ഗ്ലാമർ പയ്യനായിരുന്നു. ഇപ്പൊ അവനൊന്ന് കാണണം, അവന്റെ ഒരു പേക്കോല വെച്ചാ. ഗ്ലാമർ എന്ന് പറഞ്ഞാൽ ക്ലീറ്റോന്റെയും കനകന്റെ അത്രയൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു കുഴപ്പമില്ലായിരുന്നു, നല്ല മിടുക്കൻ ചക്കനായിരുന്നു. ഇവൻ ഈ ശ്രുതിനെ നല്ല കല്യാണം വെച്ചാൽ ശ്രുതിയായിട്ട് സ്നേഹിച്ചു എന്തൊരു സ്നേഹമായിരുന്നു അറിയാ ചേച്ചാ. ശ്രുതിയാണെങ്കിൽ 24 മണിക്കൂറും അനൂപ 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 എന്ന് പറഞ്ഞിട്ട് പുറകെ നടന്നു. അതാ ഞാൻ പറഞ്ഞത്, ഇത്രയേ സ്നേഹമുള്ള ഒരു പെങ്കൊച്ച് മിണ്ടണില്ല എന്നല്ലേ പറഞ്ഞവര്. ഇത്രയും സ്നേഹമുള്ള ഒരു പെങ്കൊച്ച് ഇങ്ങനെ മാറണമെങ്കിൽ അനൂപിന്റെ കയ്യിൽ എന്തേ കുഴപ്പമില്ലേ? കുഴപ്പമില്ലേ? ചേച്ചി അവർ രണ്ടുപേരും കുഴപ്പമുണ്ടാവും, പക്ഷെ ഇത് സംസാരിച്ചാലല്ലേ മാറത്തുള്ളൂ. ഇപ്പൊ ചേച്ചിയും ക്ലീറ്റോച്ചേട്ടനും തമ്മിൽ എന്തൊക്കെ പ്രശ്നമുണ്ട്, ഞാനും ഏട്ടനും തമ്മിൽ എന്തൊക്കെ പ്രശ്നമുണ്ട്, അതൊക്കെ ഒരു രാത്രി കൊണ്ട് കഴിയത്തില്ലേ? എങ്ങനെ കഴിയും? നമ്മള് ഒന്നും രണ്ടും പറഞ്ഞ് വർത്താനം പറഞ്ഞ് കിടന്ന് രാവിലെ ആകുമ്പോഴത്തേക്ക് അതങ്ങ് കഴിയും. അതുമല്ല ചേച്ചി, ഇവർ ഒന്നിച്ചല്ല കിടക്കണത്, രണ്ടുപേരും 2 മുറിയിലാണ് കിടക്കണത്. പിന്നെ എങ്ങനെ ഇവരുടെ പ്രശ്നം മാറും? ഇവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതെങ്ങനെ ഇവൻ അറിയും? അറിയണ്ടേ? ഇത് ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ കുടങ്ങാള കുടുംബക്കാർക്ക് മനസ്സിൽ ഇച്ചിരി അലിവും കാരുണ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിന് ഇറങ്ങിത്തിരിക്കുന്നത്. ഇവർക്ക് അതില്ലാത്ത ഇവരുടെ എന്തോ പറഞ്ഞിട്ട് ഒരു കാര്യം. ഞാൻ എന്തായാലും രണ്ടുപേരും എന്റെ കൂടെ ഞാൻ പറഞ്ഞു. ഇത് നിങ്ങൾ ആദ്യം ഇവിടെ കഴിവിനെ ഒന്ന് അംഗീകരിക്കുക. ഞങ്ങൾ ക്ലബ്ബുമായിട്ടുള്ള വിഷയം കൊടങ്ങാവളെ ലില്ലിപ്പെണ്ണ് ഒറ്റ വാക്ക് പറഞ്ഞിട്ടുണ്ടാവും വലിയ പോലീസ് കേസ് ആവേണ്ട വിഷയം ഒത്തീർപ്പ്. അറിയാവോ? 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാനും കട്ടള സാധനമായിട്ടുള്ള ഇടി ഉണ്ടായില്ലേ ഗോലി കളിക്കകത്ത് പെറ്റക്കോട്ടിട്ടാണ് വന്നത്. ഭയങ്കര പ്രശ്നമുണ്ടായിരുന്നു. കൊച്ചുനാൾ പോലെ ഉള്ള ആ വാസനയുണ്ട്. പൈസ തരാൻ എന്തോന്നിത് ശരിയാക്കി തരാട്ടോ. വരാം ഏട്ടാ. എന്താണ് ഒരുമാതിരി തോന്നിയവാസം കാണിക്കരുത്. തോന്നിയവാസം. നീ എന്തിനാ എന്നെ കൊണ്ടുപോയത്? ആ പോണ ഓട്ടോറിക്ഷ ഉണ്ടല്ലോ, ദൈവം കാര്യം പറ. എന്നൊന്ന് പിടിച്ച് നുള്ളിക്കോ. എന്താ നിനക്ക് എന്താ പ്രശ്നം എന്താന്ന് പറയടി. പുന്നാര പെങ്ങളെ, ഇവിടെ ആരാർക്കെന്നാ പറഞ്ഞ ക്ലബില്, കൊടങ്ങാവിളയിലെ ക്ലബില് ഒരു വിഷയം സോൾവ് ആക്കിട്ട് എന്റെ അമ്മേ, ഇവള് കൂട്ടുകാരുടെയും കുടുംബ പ്രശ്നം തീർക്കാൻ പോയില്ലേ എന്നെ വിളിച്ചോണ്ട്, ഈ പാവപ്പെട്ട എന്നെ വിളിച്ചോണ്ട്. ക്ലീറ്റോ തലനാരഴക്കാണ് അവിടുന്ന് രക്ഷപ്പെട്ടത്. എന്താ സംഭവിച്ചേ? ഒന്നല്ലെങ്കിൽ ഞങ്ങളിൽ ഒരെണ്ണം ചത്തേനെ, അല്ലെങ്കിൽ സാക്ഷി പറയേണ്ടി വന്നേനെ. ഇങ്ങോട്ട് ഇവളുണ്ടല്ലോ, ഇവര് ഒരു കുഴപ്പമില്ലായിരുന്ന കുടുംബമാണ്. അവരങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറയുന്നില്ല എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവള് ചെന്ന് വിത്തും പേരും ചോദിച്ച് രണ്ടുപേരും കൂടി വഴക്കായി. ഓംലെറ്റ് ഞങ്ങൾക്ക് തരാൻ വേണ്ടി, ഓംലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സവാള അരിഞ്ഞോണ്ടിരുന്നു. ആ പെണ്ണ് കത്തിയായിട്ട് എടുത്ത് ചാടി ക്ലീറ്റോ അയാളെ കുത്താൻ. അനൂപിന് കുത്തിങ്ങനെ നിക്കുന്ന, ഞങ്ങള് പിടിച്ചിട്ട് നിക്കണുണ്ടോ? അറിയാൻ പാടില്ല ഇവള് എന്ത് വിളിച്ചിട്ട് പോയെന്ന്. കേക്ക് ക്ലീറ്റോ, എന്റെ പൊന്നുമോളെ അടങ്ങി നിക്കുന്ന ഞാൻ പറഞ്ഞതുല്ലേ. ഓടിക്കോന്ന് പറഞ്ഞ് ഇവളിറങ്ങിയ ഒരു ഓട്ടം. ഞാന് എനിക്കെന്താണെന്ന് അറിയാൻ പാടില്ല, ഞാനും ഇറങ്ങി ഓടി. ചത്തോന്ന് എനിക്ക് അറിയാൻ പാടില്ല. അവരിൽ ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും. മിണ്ടരുത്, മാങ്ങാത്തൊലി ലില്ലിപ്പെണ്ണ്. ഞാൻ പെട്ടെന്ന് പകച്ചു പോയാ ചേച്ചാ. തങ്കത്തിന് ഇച്ചിരി പഠിപ്പും വിവരവും കുറവാണെങ്കിലും ചില കാര്യങ്ങളിലൊക്കെ അവൾക്ക് ഇച്ചിരി ബുദ്ധി കൂടുതലാണ്. അത് നീ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് അവൾ ഇപ്പോഴും ശാഖയായിട്ടും നീ ശിഖരമായിട്ടും അങ്ങനെ ഇരിക്കുന്നത്. ഒരു കാര്യം കൂടി പറയാം, ആന അപ്പിയിടണത് കണ്ട് ആട അപ്പിയിടാൻ നോക്കരുത്. നോക്കിയാലുണ്ടല്ലോ